Don't worry. പിന്നെ പൊളച്ചേ, ഇവൻ ഇച്ചിരി മൂപ്പ് കൂടുതല. അതുകൊണ്ട് ഇവന്റെ മൂക്കിന്റെ പരിപ്പിനെ ഇടിച്ച് തെറിപ്പിക്കണം. ഈ റൗണ്ട് ഫിനിഷ് ചെയ്തേക്ക്. ഓക്കേ. എന്നതാ ചായ? ഈ കൂൾ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട്. കളി കളിച്ച് ജയിക്കണം, തന്തയിലായ്മ കാണിക്കരുത്. കറിയാച്ച, നിന്റെ ചട്ടമ്പിത്തരം കാണിക്കാനുള്ള സ്ഥലമൊന്നും അല്ലത്. ആ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ കണ്ടു. കളി ഉപകരണക്കാരോട് വേണ്ട. പോടാ. ഏലമോ, നീ ഉറങ്ങിയില്ലേ ഇതുവരെ? എന്റെ കർത്താവേ, ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ലേറ്റായിട്ടാണല്ലോ വരവ്. അത് പിന്നെ വഴിയിൽ വെച്ച് വണ്ടി കേടായി അല്ലടാ വാങ്ങിച്ച? അതെ, അത് 3 പ്രാവശ്യം. 3 പ്രാവശ്യം. അത് കൊള്ളാവല്ലോ. ദിവസവും വഴി വെച്ച് 3-4 പ്രാവശ്യം കേടാവുന്ന വണ്ടിയാണെങ്കിൽ ഇതങ്ങ് വിറ്റുകളയാച്ചായ. വിൽക്കാൻ ആളെ നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും കിട്ടണ്ടേ ഏട്ടത്തി? അതെ. എലമോ, എടീ ഭാര്യയെ, ഞങ്ങൾ ക്ലബിൽ നിന്നും നല്ലതുപോലെ ആഹാരം കഴിച്ചു. നല്ല ചിക്കൻ ഫ്രൈ, മട്ടൻ കുറുമ, പിന്നെ ഉഗ്ര ബീഫ് ഒലത്തിയതും. അതെല്ലാവരുടെയും മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും എടുത്താൽ മതി. 10-12 ചപ്പാത്തിയും കുറച്ച് കോഴിക്കറിയും. ഓ, ഈയിടെയായിട്ട് ആഹാരത്തിനോട് തീരെ താല്പര്യമില്ല. എന്റെ കർത്താവ്, ഇതൊക്കെ എങ്ങോട്ടാ ഇറങ്ങി പോകും? അവന്റെ തടി കണ്ടില്ലേടാ? വല്ലതും പറഞ്ഞു? ഏയ്, പറയാൻ പോവായിരുന്നു. നമ്മുടെ ജെയിംസ് ഇവിടെ വന്നിരുന്നു. അവന്റെ അപ്പനെ പരിചയമില്ലാത്ത ആരാണ്ട് വന്ന് പിടിച്ചോണ്ട് പോയെന്ന്. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. ആ 8 വീട്ടുകാരുടെ ആൾക്കാരായിരിക്കും. ഇനിയും മതിയാക്കിട്ടില്ലല്ലേ? ചെല്ലേ, കണക്ക് തീർത്തിട്ട് വാ. ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും നഷ്ടങ്ങൾ കാണാനുള്ള കരുത്ത് എനിക്കില്ല ചായ.
ഹലോ. എന്നാലും ഏത് മഹാഭാവികളാണോ ഈ കടുങ്കൈ ചെയ്തത്? ഒരു കുടുംബം അനാഥായി പോയില്ലേ? ചാക്കോച്ചനോട് ശത്രുതയുള്ളവരാരാ ഈ നാട്ടിലുള്ളത്? അതാ ഞാനും ആലോചിക്കുന്നത്. അതൊക്കെ നമ്മൾ എങ്ങനെ അറിയും? അവൻ അത്ര ആയുസ്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് വിസ അയച്ച പോകാതിരിക്കാൻ പറ്റുമോ? ആരായാലും ഈ ക്രൂരത കാണിച്ചവരെ ഈശ്വരൻ വെറുതെ വിടില്ല. ഈശ്വരൻ ഇതൊക്കെ നോക്കാൻ എവിടെയാണോ സമയം? ആകെ 2 കണ്ണാ ഉള്ളത്. അതുകൊണ്ട് അത് ഞാൻ എവിടെയൊക്കെ നോക്കണം? അല്ല, ഇപ്പൊ ഈ ജ്ഞാനക്കണ്ണ്. എന്തോ ജ്ഞാനക്കണ്ണ് ഞാനൊക്കെ പോയി പിള്ളേരോട് വിവരം പറയണോ? പോടോ. ആ കേശു, എന്തോ 2-3 റീത്തൂടെ വാങ്ങിച്ചു. ഓ, ഒന്നുമില്ലെങ്കിലും ചാക്കോ നമ്മളോട് ജോലി കിട്ടുള്ളവനല്ലേ. ആ പോ. ഞാൻ ചാണ്ടിക്കുഞ്ഞിനെ ഇപ്പൊ തിരക്കിയായിരുന്നു. ഞാൻ വരുന്ന വഴി പോലീസ് സ്റ്റേഷനിലൊന്ന് കയറി. ചാക്കോയെ തട്ടിക്കൊണ്ടുപോയവരെ പറ്റി വല്ല വിവരവും കിട്ടിയോ? നിങ്ങൾ 8 വീട്ടിൽ പിള്ളമാരോട് വൈരാഗ്യമുള്ളവരുടെ പണിയാണെന്നാ എസ് ഐ പറഞ്ഞത്. നേരിട്ട് ഫൈറ്റ് ജയിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഒളിപ്പോരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എടോ, ഞങ്ങളുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്തിനാടോ ഈ പാവപ്പെട്ടവനെ തല്ലിക്കൊന്നേ? ആണത്തുള്ളവന്മാരാണെങ്കിൽ നേരെ നേരെ അടിച്ചു തീർക്കണം. ഇങ്ങെടുക്കടാ. ഇത് വെച്ചോടാ മോനെ, ചെലവൊക്കെ ഉള്ളതല്ലേ. വേണ്ട മുതലാളി. ആ, ചുമ്മാ മേടിക്കടാ മോനെ. ആവശ്യമുള്ളപ്പോ വാങ്ങിച്ചോളാം. വാങ്ങിച്ചോണം. നീ എനിക്ക് സ്വന്തം മോനെ പോലെ. എന്നാടാ പാടാ പിള്ളേരെ. ഉപ്പുകണ്ടക്കാർക്ക് നിങ്ങളെ സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചാക്കോയെ കൊന്നേന്. ആര് കൊന്നു? ആരെ കൊന്നു? എടോ, വെറുതെ വെള്ളം അടിച്ചിട്ട് ഒരുമാതിരി കണാകുണ വർത്താനം പറയരുത്. ഉപ്പുകണ്ടംകാര് വന്ന നമുക്ക് കയ്യൂക്കൊണ്ട് നേരിടാം. പക്ഷെ നാട്ടുകാരറിഞ്ഞാലേ താനും ഞാനും ഒക്കെ അകത്ത് പോയി ഇരുമ്പടി എണ്ണേണ്ടി വരും. ഏതായാലും നമ്മുടെ രഹസ്യങ്ങൾ പുറത്തറിയുന്നതിന് മുമ്പ് അവനെ തട്ടി നന്നായി. ഇല്ലെങ്കിലേ പോലീസും കോടതിയും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാനേ സമയം കാണുള്ളായിരുന്നു. എടോ, കോടതിയുടെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഈ കൊല്ലം കഴിഞ്ഞ എന്റെ മോള് വക്കീല ലീന ചാൻ സന്നദ്ധ എടുത്തു കഴിഞ്ഞ നമ്മുടെ കേസുകൾ മാത്രം ബാധിച്ചാൽ മതി. ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനുള്ള സമയമല്ലേ അവക്ക് കാണൂ. ക്രിമിനൽ കേസിന് 8 വീട്ടുകാർക്ക് ഒരു പഞ്ഞവുമില്ലല്ലോ. ഏടോ, പുതിയ എസ് ഐ നമ്മുടെ ആളായതുകൊണ്ട് വലിയ കേസൊന്നും വരത്തില്ല. പഴയ എസ് ഐ വെച്ചുകൊണ്ട് ഉപ്പുകണ്ടംകാര് നമുക്കെതിരായിട്ട് ഒരു കളി കളിച്ചു. ഇനി പുതിയ എസ് ഐ വെച്ചുകൊണ്ട് അവന്മാർക്കെതിരായിട്ട് നമ്മൾ ഒരു കളി കളിക്കും. ഉപ്പുകണ്ടംകാര് പെട്ടിയും പ്രമാണവും എടുത്ത് ഇവിടുന്ന് നാട് വിടുന്ന ഒരു ദിവസം. അതാണ് ഈശ്വര എന്റെ സ്വപ്നം. നിന്റെ സ്വപ്നം നടക്കുവടാ. ഞാനാ പറയുന്നേ. 8 വീട്ടിൽ അനന്തം പിള്ള. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വന്നേക്കാം.